ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് മൂന്നാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും കേശിൻ്റെ എക്സാമൊക്കെ തുടങ്ങാൻ പോവാണ്. 8-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അത് മുതൽ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം നമുക്ക് വരുന്ന എക്സാം ആണല്ലോ. അപ്പോൾ അതുവരേക്കുള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള വീഡിയോസൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. ഓരോ സമയത്ത് ഓരോ രീതിയാണല്ലോ. അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റുന്ന വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ ഉച്ചയായപ്പോൾ നമുക്ക് 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അനിയന്മാരാട്ടോ. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരാൾക്ക് എക്സാമാണ്, അവന് പഠിക്കാനുള്ള എന്താ പറയുക ആംബിയൻസ് നേടി വന്നതാണെന്നാണ് പറഞ്ഞത്. എത്രത്തോളം പഠിച്ചെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കിച്ചണിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം കുട്ടീനെ നോക്കാൻ ആളായല്ലോ. അപ്പോൾ നമ്മിനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടൊക്കെ കിച്ചണിലേക്ക് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ വെറുതെ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ പോയിരുന്ന കേട്ടോ. പിന്നെ അവിടെ നിന്ന് എണീറ്റ് കുറച്ച് നേരം സോഫയിലും ഫോണുമ്മലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം കൂടി നിന്ന് ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായ സമയത്താണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നത് വെറുതെ ആയി. ഞാനും കിച്ചണിലേക്ക് കയറിയപ്പോൾ എന്നെക്കാളും മുന്നേ അവിടെ ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആ ഒരു ഡിഷ് റാക്കൊന്ന് ഒഴിച്ച് വെച്ച പാത്രങ്ങളാട്ടത്. അപ്പോൾ അത് ഒക്കെ അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് ആദ്യം തന്നെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൽ മിക്ക പാത്രങ്ങളും ഇപ്പോഴും നമുക്ക് ഇന്നും യൂസ് ചെയ്യാനുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്കത് അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും എടുക്കുന്നതാണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ ആ പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ തീരെ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അതാ കുറച്ച് മിച്ചറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. ഇന്ന് കേശൊക്കെ സ്കൂളുണ്ട്, അതാണ് വലിയ പ്രശ്നം. കേശ ഉണ്ടാകുമ്പോൾ പിന്നെ കേശൻ്റെ കൂടെ കുറേ നേരമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തോളും. ഞാൻ രാവിലെ തന്നെ ഫ്രീസറിൽ നിന്ന് ചിക്കനൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്, ബോൺലെസ് പീസാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ മൊത്തത്തിലാട്ടോ വാങ്ങൽ. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മറ്റേ എന്താ പറയുക വേസ്റ്റ്, ഞാൻ ചിക്കൻ ക്ലീൻ ആക്കിയാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കഴുത്ത് മുതൽ അതിൻ്റെ കരളൊക്കെ ഞാൻ ഒഴിവാക്കും. അതൊന്നും ഇവിടെ ആരും കഴിക്കില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഒരു ചിക്കൻ വാങ്ങുമ്പോൾ അതൊക്കെ ഓരോന്നേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോനൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ 1, 2, 3 കഴുത്തും അങ്ങനെ കുറേ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് കുറേ ബോൺലെസ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ചിക്കൻ മൊത്തത്തിൽ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഒറ്റ ടൈം അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് 3-4 ബോക്സിലാക്കി വെക്കുക ചെയ്യുക. എല്ലുള്ളത് 2 എണ്ണത്തിൽ, എല്ലില്ലാത്ത 2 എണ്ണത്തിൽ, 3 എണ്ണത്തിൽ അങ്ങനെയൊക്കെ ആക്കി ഓരോ ബോക്സ് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരു ചിക്കൻ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു 5-6 ഒക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കത് അവിടെ ആ മിച്ചറൊക്കെ ചിന്തി ഒരു പണിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ വേവിക്കാൻ ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ. വേറെ മസാലകളോ ഒന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് സ്പ്രിംഗ് റോളാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ടാട്ടോ ചിക്കൻ വേവിക്കുന്നത്. പിന്നെ ഇന്ന് കറിയായിട്ട് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കൂടി ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ രാവിലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പം പെട്ടെന്ന് സോക്കാവും, പെട്ടെന്ന് വേവൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1-2 ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്തിട്ട് ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ പോലെയല്ല, എന്നാൽ ഏകദേശം അതുപോലെ കുറച്ച് നീളത്തിൽ കുറച്ചുകൂടി സൈസ് ചെറുതാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പി കേട്ടോ. ഭയങ്കര ടേസ്റ്റും കേട്ടോ. നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ, നൂൽപുട്ടാണെങ്കിലും പത്തിരി ആണെങ്കിലും ഇനി പാലപ്പം അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ഐറ്റം കേട്ടോ. അതടുപ്പത്തായപ്പോഴത്തേക്ക് ആ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞ് ആ വെള്ളം ഒന്ന് ഊറ്റി വെക്കട്ടെ, എന്നാൽ പിന്നെ പെട്ടെന്ന് ചൂടാറുമല്ലോ. ഇനി ഞാൻ കിച്ചടി പരിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. പണ്ടൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും നോമ്പിന് ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം അങ്ങനെ കാണാതായിട്ടുണ്ട്. ഞാനും അങ്ങനെ വല്ലപ്പോഴേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നും കഴിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ നോമ്പിന് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ പണ്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കിച്ചടി പരിപ്പ്, നമ്മൾ ചെറുപയർ പരിപ്പ്, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ജീരകശാല അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, ബസ്മതി അല്ല, ആ ഒരു ചെറിയൊരു അരി ഉണ്ടല്ലോ, കൈമ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ അരി, അത് ഒരു 1/2 കപ്പും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണേ. ഇനി അതിലേക്ക് ഇതാ ഒരു നുള്ളു ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ എന്തൊരു ഐറ്റം മധുരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുമല്ലോ, ആ ഒരു കണക്കിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇതിപ്പോൾ 3 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതാ ഞാൻ തെറിക്കാതിരിക്കാൻ ഒരു സ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല, ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് പാലപ്പമാണ്. അപ്പോൾ അതിന് ഡബിൾ ഹോസിൻ്റെ ഈ ഒരു ഈസി പാലപ്പം മിക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടലുണ്ട്. അപ്പോൾ ഞാൻ ഈ പാക്കറ്റിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ആ ഇൻസ്ട്രക്ഷനിലുള്ള പോലെ തന്നെ ചെയ്താൽ നമുക്ക് കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് ഈസി പാലപ്പം കിട്ടും കേട്ടോ. ഈ ഒരു പാലപ്പം മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല, തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ തന്നെ മതി. പക്ഷേ തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും ബാക്കി വെള്ളം കൂടി വെച്ചിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഈ ഒരു പാക്കറ്റിൽ പറയുന്ന പ്രകാരം 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി മാവ് പൊങ്ങി വരാൻ. അങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കലും. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഈ മാവ് അരച്ച് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾ പോകാൻ സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. ഇതിപ്പോൾ നേരത്തെ മാവ് അരച്ച് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ചുടാൻ പോവുക കേട്ടോ. വേറെയുള്ള എല്ലാ പാത്രവും അങ്ങനെ കൂട്ടിയിട്ടാലും ഈ ഒരു മിക്സിൻ്റെ ജാറ് മാത്രം ഞാൻ കൂട്ടിയിടില്ല കേട്ടോ. അത് ജ്യൂസ് അടിച്ചാലും എന്ത് ചെയ്താലും ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിച്ചിട്ട് അത് പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എളുപ്പത്തിന് ഞാനിതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നുകൂടി മിക്സി ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള മാവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മളെ കിച്ചടി പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്പൂൺ ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല, മൊത്തം തെറിച്ച് തൂറ്റിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 90% അങ്ങനെ തിളച്ച് തൂവാറില്ല. ഇത് എനിക്കൊന്നും ആ ഒരു കുക്കർ വലിപ്പം കുറവായിട്ടാണോ എന്ന് ഒരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഇനി നമുക്ക് കറിയിലേക്ക് 3 വലിയ സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും വേണം കേട്ടോ. സവാള ഞാൻ സാധാരണ പെട്ടെന്നൊക്കെ കറിയിലേക്ക് അരിയുന്ന പോലെ തന്നെ അങ്ങ് നേർമാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ ആയത് ഇത് മൊത്തം വാട്ടി അരയ്ക്കാനുള്ളതാണല്ലോ. പിന്നെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഭയങ്കര നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ അരിയുന്ന സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കുറച്ച് സ്പീഡിൽ കുറച്ച് കട്ടിയിലൊക്കെ ആക്കിയിട്ടോ അരിയൽ. അതുപോലെ തന്നെ ഇഞ്ചിയും അത്ര ഫൈനായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാൽ മതി. പിന്നെ വെളുത്തുള്ളി നമ്മൾ അരിയുന്നേ ഇല്ല കേട്ടോ. കൂടെ 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ പാൻ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മൊത്തത്തിൽ അങ്ങോട്ട് തട്ടാണ്. ഓരോന്നോരോന്നായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കുകയാണ്.
ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. കാരണം കറിയിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ആ ഒരു പട്ടാണി വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതങ്ങനെ വാടുന്നതിനിടയ്ക്ക് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത ജ്യൂസ് അടിക്കൽ പരിപാടിയിലേക്കും കടന്നിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് വത്തക്ക വെച്ചുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വത്തക്കൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു 3/4 പാലൊഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വത്തക്ക ഇതുപോലെ പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കട്ടെ. നല്ലൊരു ഷേക്കാണ്, നല്ല ടേസ്റ്റാണ്. ഇനി അത് നമ്മൾ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ജഗ്ഗിലേക്ക് ഒഴിക്കാമെന്ന് കരുതിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ സ്നാക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് ഈ കാണുന്ന അത്രയും വെജിറ്റബിൾസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്നത് സ്പ്രിംഗ് റോളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസാണ് ആ ഒരു റോളിൽ മുന്നിട്ട് നിൽക്കുക. ചിക്കന് ഇടയ്ക്കൊന്ന് കടിക്കാൻ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ ഉണ്ടാക്കാമല്ലോ, പെട്ടെന്ന് പണി കഴിയുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കൂടുതൽ നമ്മൾ അത് ഉണ്ടാക്കാനാവുന്ന സമയത്താണല്ലോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഫുഡ് പ്രോസസ്സർ പറ്റൂല. കാരണം അതിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ജൂലിയൻസ് ആക്കി എടുക്കാൻ വേണ്ടി, ജൂലിയൻസ് പറഞ്ഞാൽ ഇതുപോലെ നേരത്തെ നീളത്തിലുള്ള സ്ട്രിപ്സ് ആക്കി എടുക്കുക. അപ്പോൾ അതെന്തായാലും ഫുഡ് പ്രോസസ്സറിൽ കഴിയില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് നമ്മൾ കൈവച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ച സമയത്ത് അത്രയും സമയം നമുക്ക് ലാഭിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കൈവച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ. പക്ഷെ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ചെയ്തു പോകുമ്പോൾ ഒരു ഓളത്തിൽ അങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർന്നോളും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ റോള്, അതുപോലെ സമൂസ, കട്ട്ലറ്റ്, അങ്ങനെ നമ്മളൊരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കേരള ടൈപ്പ് ഓഫ് മസാലകൾ ഉണ്ടാവുമല്ലോ, അതൊന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു ചൈനീസ് ഫ്ലേവറാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. സാധാരണ എന്നും ആ ഒരു രീതിക്കുള്ള മസാല വെച്ചുള്ള ഐറ്റംസ് അല്ലേ കഴിക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് റോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ അടുക്കതാ ഞാൻ ആ ഒരു വാടി ചൂടാറിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരയ്ക്കാൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അരച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറുമൻ്റെ വെജിറ്റബിൾസ് വേവിച്ചിട്ടുള്ള ആ ഒരു കുക്കറൊക്കെ തുറന്ന് അതിന് ഈ അരപ്പൊക്കെ ഒഴിക്കാൻ പോവാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഈ ഒരു സമയത്ത് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധിക സമയം തിളയ്ക്കൊന്നും ചെയ്യരുത്, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ആ ഒരു വെജിറ്റബിൾസിന് കുറച്ചൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ആ ഒരു കറിക്ക് ഒരു തിക്നെസ്സൊക്കെ കൂടും കേട്ടോ. അതിനുശേഷം അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഈ കറി നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം ഒഴിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി അതൊക്കെ വാട്ടിയല്ലോ, ആ സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു കിച്ചടി പരിപ്പ് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതും കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുക്കർ കുറച്ച് വലിപ്പം കുറവായിരുന്നു, കാരണം നല്ല മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ നമ്മൾ അതിലേക്കും തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ചോറ് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈവച്ച് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ കുറച്ച് കുറവുണ്ട്, കാരണം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചപ്പോൾ റേക്ക വന്ന് തട്ടി മറിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കി നമ്മൾ ഒരു സാധാ പശുവും പാൽ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് നിങ്ങൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മധുരം കൂടി ചേർക്കാം കേട്ടോ. മധുരത്തിനൂടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്.
ഈ ഒരു പഞ്ചസാര ഫ്ലെയിം ഓഫാക്കിയിട്ട് ചേർത്താലും മതി, മൊത്തത്തിൽ നന്നായിട്ട് അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എനിക്ക് കിച്ചടി പരിപ്പ് തിന്നുമ്പം അതിൻ്റെ മേലെ ഒന്നും കൂടി പഞ്ചസാര ഇട്ടിട്ട് ആ പഞ്ചസാര കൂട്ടി കടിച്ച് തിന്നാനാണ് കേട്ടോ ഇഷ്ടം. ഇനി അവസാനമായിട്ട് കുറച്ച് അണ്ടി മുന്തിരി നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ കിച്ചടി പരിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിയിൽ വേണമെങ്കിൽ വറവിടാം. പക്ഷേ ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചൈനീസ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലാണ് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഈ ഒരു വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു സ്മെല്ല് വരുമല്ലോ, അതുവരെ മതി. ഒരുപാട് നല്ല കറുപ്പ് കളർ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ അങ്ങനെ ഒന്നും ആവണ്ട കേട്ടോ. സ്ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഓരോന്ന് ഇടേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ എല്ലാ വെജിറ്റബിൾസും കൂടി അതിലേക്കാണ്ട് തട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാല അല്ലെങ്കിൽ ഫ്ലേവറിങ്ങിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കാണുന്ന ഈ ഒരു ക്യാബേജ് അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ സോസ് ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് മെയിനായിട്ട് ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എങ്ങനെയാണോ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക അതുപോലെ തന്നെ മതി. അത്യാവശ്യം വെജിറ്റബിൾസ് സോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് പിച്ചി കീറിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പിച്ചി കീറി കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ മൊത്തം നല്ല പേസ്റ്റായി പോവും. ചെറിയ കുഞ്ഞ് പീസാകുമ്പോൾ അത് ശരിക്കും അതിൽ കടിക്കാൻ കിട്ടില്ല. ഇത് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചിക്കൻ കടിക്കുമ്പോഴാണ് സ്പ്രിംഗ് റോളിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മസാല ആണെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നല്ലൊരു മൈൽഡ് ടേസ്റ്റുമാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു സ്പ്രിംഗ് റോള്. നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടി റെഡിമെയ്ഡ് സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ പത്തിരി അതിൻ്റെ തോല് പരത്തിയെടുക്കുമല്ലോ മൈദമാവ് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അട്ടിക്ക് വെച്ചിട്ട് പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷീറ്റ്സ് പിന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ ആ ഒരു ഫില്ലിങ് വെച്ചതിന് ശേഷം അടിഭാഗത്തു നിന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് 2 സൈഡും മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ റോളാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എൻ്റെ കൈ കാരണം അത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കറക്റ്റ് ഫോൾഡിങ് മെത്തേഡ് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ആ ഒരു മസാല തീരുന്ന വരെ ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3-4 മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രീസറിലേക്ക് വെക്കാനാണ്. അതുപോലെ തന്നെ ബാക്കി വന്ന ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഞാനൊരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉറപ്പായിട്ട് പിന്നെ നമുക്ക് മടക്കാനൊന്നും പറ്റില്ല. ഇനി നമ്മൾ സമൂസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ ഒരു റോൾസ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടോടെ തന്നെ പെട്ടെന്ന് തന്നെ അത് ക്രിസ്പി ആയി വരും. നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലൊന്നും വേവാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഭയങ്കര സിമ്പിളാട്ടോ ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ. അങ്ങനെ അവസാനമായിട്ട് ഇതാ കുറച്ച് സർബത്തും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നന്നാരി സർബത്താണ്. അങ്ങനെ നോമ്പുതറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുടാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് ഓവറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് കയ്യിലിട്ട് ഇളക്കി നോക്കിയ സമയത്ത് അതിൻ്റെ തിക്നെസ്സൊക്കെ കുറച്ച് ലൂസായ പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ആദ്യം പേടിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പിന്നെ ചെയ്തായാലും ഇനി വെള്ളപ്പച്ചട്ടിയിൽ അത് ചുറ്റിച്ചെടുക്കേണ്ട, അതുപോലെ ഫ്രൈ പാനിൽ ചുട്ടെടുക്കുക വിചാരിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാമെന്ന് വിശ്വസിക്കുകയാണ്. അതുവരേക്കും ബൈ ബൈ.